മറ്റൊരു വാർത്ത തമിഴ്നാട്ടിൽ നിന്നാണ്. കൂടുതൽ അണ്ണാ DMK MLA മാർ കൂടി TVKയിലേക്ക് 10 ADMK MLA മാർ കൂടി പാർട്ടി വിട്ടേക്കുമെന്നാണ് വിവരങ്ങൾ. MLA സ്ഥാനം രാജിവെക്കുന്ന ഇവർ ഓഗസ്റ്റ് 15-ന് മുമ്പായി TVKയിൽ ചേരും. കൂടുതൽ MLA മാർ എത്തുന്നതോടെ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഉറപ്പാക്കാനുള്ള അംഗസംഖ്യ TVKയ്ക്ക് ലഭിക്കാനും സാധ്യത തെളിയുന്നുണ്ട്. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, ADMK അപ്പാടെ തന്നെ എന്ന മട്ടിൽ അല്ലെങ്കിൽ തന്നെ ക്ഷീണിച്ചിരിക്കുകയായിരുന്ന ആ പാർട്ടി ഇപ്പോൾ TVKയിലേക്ക് MLA മാരെല്ലാം മാറുകയാണ്. സ്വാഭാവികമായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിനകത്ത് വലിയ പ്രസക്തിയില്ലാത്തൊരു സംഘമായിട്ട് ADMK മാറുക എന്നതിലേക്ക് കാര്യങ്ങൾ പോകുമോ? എന്താണ് സംഭവിക്കുന്നത്? അതെ സനീഷ്, വലിയ പ്രതിസന്ധിയാണ് ADMKയിൽ. കാരണം 234 അംഗ നിയമസഭയിൽ 47 MLA മാർ 47 സീറ്റിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. പക്ഷേ അതിനുശേഷം വലിയ പ്രതിസന്ധിയിലൂടെ ആ പാർട്ടി കടന്നു പോവുകയാണ്. കാരണം ആദ്യം വിശ്വാസ വോട്ടെടുപ്പിൽ വിജയ് സർക്കാരിനെ ഒരു വിഭാഗം MLA മാർ, പ്രത്യേകിച്ച് SP വേലുമണിയെ പിന്തുണയ്ക്കുന്ന ഏതാണ്ട് 20-അധികം MLA മാർ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തു. അവരൊക്കെ തന്നെ എടപ്പാടിക്ക് വിരുദ്ധമായ നിലപാട് പിന്നീട് സ്വീകരിക്കുകയും ചെയ്തു. ആ പക്ഷത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ MLA മാരുടെ കൊഴിഞ്ഞുപോക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ 7 ഒഴിവുകൾ തമിഴ്നാട്ടിലുണ്ട്. അതൊന്ന് വിജയ് രാജിവെച്ചതാണ്. മറിച്ച് മറ്റ് 6 പേർ, നേരത്തെ മന്ത്രിമാരൊക്കെ തന്നെയായ പല ആളുകളും, അങ്ങനെ 6 പേർ ഇതിനോടകം തന്നെ MLA സ്ഥാനം രാജിവെച്ച് ഇപ്പോൾ TVKയിൽ ചേർന്നിരിക്കുകയാണ്. അങ്ങനെ നിലവിൽ 7 ഒഴിവുകളുണ്ട്. അതിന് പിന്നാലെ ഇപ്പോൾ 10 പേർ കൂടി പാർട്ടി വിട്ടേക്കും എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഓഗസ്റ്റ് 15 മുൻപായി ഇവർ TVKയിൽ ചേരും. കാരണം നിലവിൽ ഇതുവരെ അത്തരത്തിലൊരു വിജ്ഞാപനം, ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഒന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ നടക്കാനിരിക്കുന്നതാകട്ടെ നേരത്തെ ഉണ്ടായിരുന്ന ഒഴിവുകളാണ്. സ്വാഭാവികമായും ഓഗസ്റ്റ് അവസാനത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. അതിനു മുൻപായി ഇവരുടെ രാജി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ADMKയുടെ അംഗബലം വളരെയധികം കുറയും. അതിനൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും നിലവിലെ സാഹചര്യത്തിൽ എല്ലാ സീറ്റിലും വിജയിക്കാൻ കഴിയുകയും ചെയ്താൽ TVKയ്ക്ക് ഒറ്റയ്ക്ക് ഭരണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം നിലവിൽ അതൊരു കൂട്ടുകക്ഷി സർക്കാരാണ് നിലവിൽ ഭരിക്കുന്നത്. വിജയ്ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. 107 അംഗങ്ങളാണ് അവർക്കുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 അംഗങ്ങളുടെ പിന്തുണയാണ്. അപ്പോൾ 17 ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിൽ ചുരുങ്ങിയതൊരു 11 സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നിലയിലേക്ക് തമിഴ്നാട് മാറും, TVK മാറും എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ വിജയ് ആകട്ടെ ഇപ്പോൾ, പ്രത്യേകിച്ച് നേരത്തെ DMKയിൽ ഉണ്ടായിരുന്ന പാർട്ടികളൊക്കെ തന്നെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു വിശാല സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ആദ്യ യോഗമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ചേരുകയും ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും ADMK സംബന്ധിച്ച് നേരത്തെ സംസ്ഥാനം ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട